ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ ഒരു ഹോളിഡേ വ്ലോഗാണ്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മൾ മഴക്കാല സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇതുപോലെ ബക്കറ്റ് ഫ്രണ്ടിൽ വെച്ചേക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കാലൊക്കെ അഴുക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് കഴുകാൻ വേണ്ടി വെക്കുന്നതാണ്. മഴ ആയതുകൊണ്ടാണ് വീടിൻ്റെ മുക്കിലും മൂലയിലും മുഴുവനും ഇങ്ങനത്തെ ഈ എന്താ പറയുക, നിലം തൊടാമണ്ണെന്നാണ് നമ്മൾ പറയുന്നത്. ആ സാധനമാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു അവധി ദിവസമൊക്കെ ആയത് കാരണം കുറച്ച് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും തൂത്ത് വാരുന്ന വീടാണെങ്കിലും ചില ദിവസം നമ്മൾ തൂത്ത് വരുമ്പോൾ വർഷങ്ങളായി തൂത്ത് വരാത്തൊരു ഫീലാണുള്ളത്. പിന്നെ നമ്മൾ ഈ ഹോളിഡേയ്സൊക്കെ നമുക്ക് എപ്പോഴും പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് മടുക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിച്ചും തിരിച്ചും ഒക്കെ വെച്ച് നോക്കിയാൽ കുറച്ച് എന്താ പറയുക, റൂമിലേക്കൊക്കെ കയറുമ്പോൾ ഒരു പുതുമ ഫീൽ ചെയ്യും. എനിക്കങ്ങനെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റൂം റീഅറേഞ്ച് ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് മുതിരയാണ്. മുതിര ഈ കുതിരയ്ക്കൊക്കെ കൊടുക്കില്ല, ആ സാധനം തന്നെ. നമ്മളെപ്പോഴും മുതിര വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ എല്ലാവർക്കും. ചിലരൊക്കെ കർക്കിടകത്തിലൊക്കെയാണ് ഉപയോഗിക്കാറ്. നമ്മളങ്ങനെ നോക്കാറില്ല. സാധനം അവൈലബിൾ ആയിട്ട് ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ വാങ്ങിയിട്ട് പോരും. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടർട്ടിൽ വെയിൻ എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇത് കുറേ നാളായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചെടിയാണ്. ആദ്യം കാണാനൊക്കെ ഭംഗിയുണ്ടായിരുന്നു. ആദ്യം എന്നല്ല, ഒരു 1-2 മാസം വരെ കുഴപ്പമില്ലാതെ കിടക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലമായിട്ട് നമ്മുടെ വീട്ടിൽ ഈ ചെടി സ്ഥിരമായിട്ടുണ്ട്. നമ്മളിങ്ങനെ മാറ്റി മാറ്റി വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ചെടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റുവാണ്. അതിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചെടിയിൽ ഈ കിളികളൊക്കെ വന്ന് കൊത്തിപ്പറിച്ചത് ആകെ നാശമായിപ്പോയി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ഭയങ്കര പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ നമ്മൾ അനക്കാതെ വെച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ ചെടിച്ചട്ടി ഹാങ് ചെയ്തിട്ടിരുന്ന വള്ളിയിൽ കുറച്ച് ഫിക്സായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്നാലും കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ആണെങ്കിലും നമ്മളത് റെഡിയാക്കി മാറ്റിയൊക്കെ എടുത്തു. അപ്പോൾ എല്ലാ ചെടിച്ചട്ടിയിലും ഈ ടർട്ടിൽ വെയിൻ തന്നെയാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടർട്ടിൽ വെയിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഭയങ്കര ഗ്രീനിഷായിട്ട് ഇങ്ങനെ വളർന്ന് കിടക്കും. അതുകൊണ്ടാണ് ഈ ടർട്ടിൽ വെയിൻ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഭയങ്കര വലിയ കെയറൊന്നും കൊടുക്കണ്ട, എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ ഭയങ്കര ഷോയുമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊടി തട്ടി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചത് അത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് മണ്ണും ഒക്കെ എടുത്ത് ഇളക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് റീമിക്സ് ചെയ്തിട്ട് ഈ ചെടിച്ചട്ടിക്കകത്തേക്കൊക്കെ വേറെ എന്തെങ്കിലും ചെടി വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും എന്നല്ല, ഒരു 3-4 വർഷമായിട്ട് ഈ ചെടി തന്നെ ആയതുകൊണ്ട് ഭയങ്കര ബോറാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആ മണ്ണൊക്കെ ഇരുന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മണ്ണ് നല്ല വളമുള്ള മണ്ണാണ്. അതെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മണി പ്ലാന്റോ അങ്ങനെ കുറച്ച് മറ്റെന്തെങ്കിലും ഒരു ചെടി വയ്ക്കാമെന്ന് വിചാരിക്കും. 1-2 എണ്ണത്തിൽ മാത്രം നമ്മൾ ഈ ടർട്ടിൽ വെയിൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല. അത് നമുക്കിനി കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ വേണമെന്ന് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തപ്പി നടക്കണ്ടല്ലോ. അതുകൊണ്ട് 1-2 ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ അത് തന്നെ ആക്കി. ബാക്കി ചെടിച്ചട്ടിക്കകത്തെല്ലാം നമ്മൾ ബാക്കി വേറെ വേറെ ഓരോന്നാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റേഡിയോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസാണ് സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ചെടി താഴെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയുമൊക്കെ അത്യാവശ്യം കൊള്ളിയിലത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫ്രഷ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏകദേശം ഒരു മഴയുടെ സമയമൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലതായിട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയ ടർട്ടിൽ വെയിൻ പിന്നെ നമ്മൾ വിചാരിച്ചു കളയണ്ടെന്ന് ഓർത്തിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തടം എടുത്തിട്ട് അത്യാവശ്യം അതിൻ്റെ ചോട്ടിലേക്കൊക്കെ ഇട്ട് കൊടുത്തു. വേറൊന്നും കൊണ്ടല്ല, തെങ്ങിൻ്റെ ചോട്ടിൽ ഇട്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തെങ്ങിന് നഷ്ടമൊന്നും വരാനില്ല. അത് കുറച്ച് വെറ്റായിട്ട് ഇരുന്നോളും, എപ്പോഴും നനവ് ഫീലിലൊക്കെ ഇരുന്നോളും. സംഭവം അവിടെ വളരും എന്നൊരു പ്രതീക്ഷയുടെ പുറത്താണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ കുറച്ച് ഭംഗിയായിട്ട് വെച്ചത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും എഗെയിൻ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ പുറകെയായി. വൈകുന്നേരത്തേക്ക് നമ്മളിന്ന് ഇലയിൽ അടയായിരുന്നു ഉണ്ടാക്കിയത്, അരിയടയായിരുന്നു. അപ്പോൾ വൈകുന്നേരം എല്ലാവർക്കും കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും സംഭവം സെറ്റാവുമെന്ന് വിചാരിച്ചു. ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫുഡിങ് പരിപാടിയിലേക്ക് കടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു അന്നത്തെ ഡേ അങ്ങനെ ഏതാണ്ടൊക്കെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു ഹോളിഡേ വ്ളോഗ്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് സമയം പോകുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ ഭയങ്കര മടുപ്പാന്നുള്ളവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയോ മറിക്കുകയോ ഒക്കെ ചെയ്യുക. അതിനകത്തൊക്കെ ഒരു കംഫർട്ട്നെസ് കണ്ടുപിടിക്കുക, ഇതേ പറയാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.